നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് സച്ചി വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് രവീന്ദ്രനും ചന്ദ്രമതി രേവതി എല്ലാവരും അകത്തുണ്ട്. അങ്ങനെ സച്ചിക്ക് വേണ്ടിയിട്ട് അവരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വന്ന ഉടനെ നേരെ രവീന്ദ്രന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എന്താണെന്നറിയില്ല അച്ഛാ, ഇന്നത്തെ ദിവസം ശരിയല്ലായിരുന്നു പറയണം. പോലീസുകാര് എൻ്റെ കാറ് എടുത്തോണ്ട് പോയി. അത് മാത്രമല്ല, കാറ് പിടിച്ചോണ്ട് പോകുന്നതോടൊപ്പം തന്നെ എൻ്റെ ലൈസൻസും വാങ്ങിയെടുത്തെന്ന് പറയണം. എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല അച്ഛാന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ലൈസൻസ് ഒക്കെ വാങ്ങിച്ചോണ്ട് പോയല്ലേ, മദ്യപിച്ച് വാഹനം ഓടിച്ച പിന്നെ അവരങ്ങനെയല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് സച്ചിന്ന് ചോദിക്കുകയാണ്. സച്ചി പറഞ്ഞു, അച്ഛൻ എന്താ പറയണേ, ഞാൻ മദ്യപിച്ച് വാഹനം ഓടിച്ചെന്നോ? ഞാൻ മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ടില്ലെന്ന് പറയാം. ശ്രുതി പറഞ്ഞു, നീ കള്ളത്തരമൊന്നും പറയണ്ട, ഓൾറെഡി അതിപ്പോ ടി വിക്കകത്ത് എല്ലാവരും കണ്ടു. ഇനിയിപ്പം നീ കള്ളത്തരം പറഞ്ഞാലൊന്നും ആരും അതിവിടെ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. അച്ഛനും അമ്മയും സായതും എല്ലാവരും ഇപ്പൊ ടി വിക്കകത്ത് ആ വീഡിയോസും കാര്യങ്ങളും ഇട്ട് കണ്ടതുള്ളെന്ന് പറയാണ്. സച്ചി പറഞ്ഞു, അച്ഛാ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയണം. ഇതേ സച്ചി, നീ വെറുതെ മദ്യപിച്ചിട്ട് വന്നിട്ട് എന്റെ മുന്നിൽ കിടന്ന് ഷോ കാണിക്കലെന്ന് രവീന്ദ്രൻ പറയാം. അതെ, അച്ഛന്റെ മുന്നിൽ ഞാൻ ഇതിനെ കള്ളത്തരം പറയണേ? ഞാൻ അച്ഛനോട് കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, ഇത്രയും വലിയ പ്രശ്നം നടന്നിട്ടും ഈ നാടൊട്ടയ്ക്ക് അറിഞ്ഞിട്ടും ഇനി നിന്നെ ഞങ്ങൾ വിശ്വസിക്കണല്ലേ? തെളിവ് സാധനമല്ലേ പിടിക്കപ്പെട്ടിരിക്കുന്നേ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ മദ്യപിച്ചിട്ടില്ലേ പിന്നെ ബാറിലേക്ക് എന്തിനാ പോയത്? ക്ഷേത്രം വന്ന് കരുതി പോയി കയറിയതാണോ? അല്ല, ഭഗവാനെ വിളിക്കാൻ പോയി കയറിയതാണോ എന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിയുടെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പം സച്ചിക്ക് നല്ല ദേഷ്യം വന്നു. സച്ചി പറഞ്ഞു, എടാ നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, ഇതേ സച്ചി വേണ്ട കേട്ടോ എന്ന് പറയണം. പിന്നെ വെച്ചാ അവൻ പറഞ്ഞു കേട്ടില്ലേ, ദേ നിന്റെ അത്ര വലിയ കള്ളത്തരമൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയാം. പിന്നെ കള്ളത്തരം ചെയ്തിട്ടവല്ല പോലും. എടാ, ഇതിനേക്കാളും കൂടുതൽ എന്താ ചെയ്യാതിരിക്കുന്നേ? മദ്യപിച്ച് വാഹനം ഓടിച്ച് വല്ല അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ? എന്നിട്ട് വല്ല മാന്യനായിട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്നൊക്കെ ശ്രുതി പറയണം. സച്ചിക്ക് ദേഷ്യം വന്നു. നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് തല്ലാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. എന്താണ് നീ കാണിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചോണ്ട് സച്ചിയെ തല്ലാനായിട്ട് കൈ ഓങ്ങുവാണ്. അപ്പോഴേക്കും രേവതി അച്ഛാന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് രവീന്ദ്രൻ കൈ താഴെയിട്ടു. സച്ചി പറഞ്ഞു, എന്താ അച്ഛൻ നിർത്തിയത്? അച്ഛൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കണമെന്ന്? തല്ലച്ച, തല്ലാനായിട്ട് കൈ പൊക്കിയതല്ലേ, അച്ഛൻ എന്നെ തല്ല് എന്നും പറഞ്ഞിട്ട് ആ കൈ എടുത്തിട്ട് തന്റെ കവളത്തിട്ട് ഇങ്ങനെ അടിക്കുവാണ്. അത് കണ്ടപ്പോൾ രേവതിക്കും വർഷയ്ക്കും ശ്രീകാന്തിനും എല്ലാവർക്കും സങ്കടമായി. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, എടാ നിന്നെക്കുറിച്ച് എനിക്ക് നല്ല അഭിമാനമുള്ളായിരുന്നു. കാരണം നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇന്ന് വരെ നീ ഇങ്ങനെ പ്രവൃത്തി ചെയ്തിട്ടില്ല. നീ മദ്യപിക്കാറുണ്ട്, പക്ഷെ അതെല്ലാം ഓട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരുന്നു. പക്ഷെ ഇതുണ്ടല്ലോ, നിന്നെക്കുറിച്ച് ഇപ്പം നാട് നീളെ ഓരോ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊന്നും നീ അറിയണില്ലേന്ന് ചോദിക്കുകയാണ്. സച്ചി പറഞ്ഞു, അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മദ്യപിച്ചിട്ടില്ലെന്ന്, വേണം അച്ഛൻ നോക്ക് എന്നും പറഞ്ഞ് സച്ചി നടന്ന് കാണിക്കുകയാണ്. കണ്ടില്ലേ, ഞാൻ നടന്നു, എനിക്കൊരു കുഴപ്പമുണ്ടോ? എൻ്റെ കാലിന് വല്ല ഇടർച്ച എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാൻ പറയണം. പിന്നീട് ശ്രീകാന്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ നീയെങ്കിലും എന്നെ വിശ്വസിക്കുക, ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറയണം. ശ്രീകാന്ത് പറഞ്ഞു, ശരിയാണല്ലോ, മദ്യത്തിന് മണമൊന്നും വരുന്നില്ലോ എന്ന് പറയണം. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ചില മദ്യം കുടിച്ച് അധികം മണമൊന്നും കാണത്തില്ല, പോരാത്തേന് അവൻ എന്തേലും വായിലേക്ക് ഇട്ട് ചവച്ച് കാണുമായിരിക്കും, മണം പുറത്തു വരാതിരിക്കാനായിട്ട് എന്ന് പറയണം. ശ്രുതി പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയാം. സച്ചിക്ക് വിഷമമായി പോയി. സച്ചി രേവതിയുടെ അടുത്ത് നിന്നിട്ടുണ്ട്, രേവതി നീയെങ്കിലും എന്നെ വിശ്വസിക്കുക, ഞാൻ മദ്യപിച്ചിട്ടില്ല, എല്ലാവരും കൂടെ എന്തിനാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? ഞാൻ ചെയ്യാത്ത കാര്യമാണെന്ന് പറയണം. വേണ്ട, തെളിവ് സഹിതം പിടിച്ചിരിക്കുന്നത്, ഇനി സച്ചിയേട്ടൻ കൂടുതൽ എന്നോടൊന്നും പറയണ്ട എന്ന് പറയണം. രവീന്ദ്രൻ്റെ അടുത്ത് നിന്ന് വീണ്ടും സച്ചി എന്നിട്ട് പറഞ്ഞു, അച്ഛനോട് ഇന്ന് വരെ ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, പിന്നെ അച്ഛൻ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്ന ചോദിക്കുക. ചന്ദ്രമതി പറഞ്ഞു, നിർത്തടാ നിന്റെ അഭിനയമൊക്കെ മതി. നീ ആരാ എന്താ ഏതെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നിട്ട് നീ ഇപ്പൊ രവിയേട്ടനെ കയ്യിലെടുക്കാൻ നോക്കുന്നോ? നീ കയ്യിലെടുത്തിട്ട് കാര്യമൊന്നുമില്ല. നാട്ടുകാർ മൊത്തം നിന്റെ പെർഫോമൻസ് കണ്ട ബാറിപ്പോയി മദ്യവെച്ച് ലെക്ക് കേട്ട് അവൻ വന്നിട്ട് അവൻ വലിയ വീമ്പിളൊക്കെ നിന്നുണ്ട്, നിനക്ക് നാണമില്ലേടാന്ന് ചോദിക്കാം. നീ കാരണം മനുഷ്യന്മാരുടെ മുഖത്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥയെ, എന്തൊരു ഗതികേടാ എൻ്റെ ദൈവമേ, ഇതിന് മാത്രം എന്ത് പാവാ ഞാൻ ചെയ്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ചങ്കത്തടിച്ച് നിലവിളിക്കുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, എന്നാലും സച്ചേട്ടാ ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല കേട്ടോ. സച്ചേട്ടന് ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് പറയണം. വർഷയും പറഞ്ഞു, എന്നാലും സച്ചി ചെയ്തോണ്ടല്ലോ അത് ഇച്ചിരി കടന്നു കൈയായിപ്പോയി. കാരണം മദ്യപിക്കണമെങ്കിൽ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മദ്യപിക്കാൻ വരായിരുന്നു. ആ സമയത്ത് വണ്ടി ഓടിച്ച് ആർക്കെങ്കിലും അപകടം സംഭവിച്ചാലോ, ജീവനല്ലേ വണ്ടിക്കകത്തിരിക്കുന്നേ, ആ ഒരു ചിന്ത പോലും ഇല്ലാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുക. എല്ലാവരും നാലു വഴിക്കൊന്നും കുറ്റപ്പെടുത്തി. ആരും സച്ചിനെ വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കിയില്ല. രേവതിക്ക് സങ്കടം, കാരണം രേവതി കാരണമാണ് ഇങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്ന് ചന്ദ്രമതി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒരു തെറ്റും ചെയ്യാതെ രേവതി
അതിന് ബലം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിന് എന്ത് മറുപടി പോലും പറയണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായിരുന്നു രേവതിക്ക്. ആ സമയത്ത് ശ്രുതി സച്ചിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്ന് നന്നായിട്ട് മദ്യപിച്ച് ബാറി കയറിയില്ലേ, ട്രീറ്റ് ആയിരിക്കുമല്ലേ, ഞങ്ങൾ വാങ്ങാൻ വന്ന കാറ് അയാൾക്ക് വാങ്ങിച്ചു കൊടുത്തല്ലോ ആ വിജയകുമാറിനൊക്കെ, അപ്പൊ അതിന്റെ ട്രീറ്റ് ആയിരിക്കും. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുള്ള തിരിച്ചടി അപ്പൊ തരെ ദൈവം തന്നില്ലേ, ഇങ്ങനെ തന്നെ വേണം. എന്റെ ശ്രുതിയുടെ മനസ്സ് വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. സച്ചിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എല്ലാവരും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സച്ചി ആപ്പടെ വിഷമിച്ചിരിക്കുക. രേവതി മുറിയിലേക്ക് പോയി. കുറച്ച് കഴിയുമ്പോൾ രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് സച്ചി പറഞ്ഞു, ഇത് രേവതി, ഞാനങ്ങനെയും ചെയ്തിട്ടില്ല, നീ എന്നെ വിശ്വസിക്കാൻ പറയണം. ഞാൻ സച്ചേട്ടനെ ഇനി വിശ്വസിക്കണമല്ലേ, നാട്ടുകാർ മുഴുവൻ കണ്ടു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു സച്ചേട്ടൻ ഇങ്ങനെ. ഇപ്പൊ സച്ചേട്ടന് സമാധാനമായോ? ഞാൻ എപ്പോഴും പറയുന്നല്ലേ മദ്യപാനം നല്ലതല്ല, നിർത്തണം. അന്ന് ഞാൻ പറയുമ്പോൾ ഒന്നും കേൾക്കില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? കാറ് പോയി, അത് പോയത് പോട്ടേന്ന് വെക്കാം. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ല, പോയാലും എനിക്ക് കുഴപ്പമില്ല. ലൈസൻസും പിടിച്ചോണ്ട് പോയി. ഇനി സച്ചേട്ടന് ലൈസൻസ് തിരികെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ തെറ്റും ചെയ്തിട്ടില്ല. ആരോ അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്താന്ന് പറയണം. സച്ചേട്ടൻ ഇനിയും വീണെടുത്ത് കടന്ന് വിടണ്ട. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കെല്ലാം മനസ്സിലായതാ. സച്ചേട്ടൻ ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ലായിരുന്നു. എങ്കിലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പിടിക്കപ്പെട്ടും പിന്നെ എല്ലാവരും വിശ്വസിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത്. എന്നാൽ ഇത്രയ്ക്കൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയണം. രേവതി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീയാണ് സത്യം ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയാം. വേണ്ട, വെറുതെ കള്ളസത്യം ഒന്നും ഇടണ്ട. കള്ളസത്യം ഇട്ടിട്ടും കാര്യമൊന്നുമില്ല. അല്ലെങ്കിലും എന്തിനാ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. ആ സമയത്ത് ഭയങ്കര സങ്കടമായിപ്പോയി സച്ചിക്ക്. താൻ പറഞ്ഞാൽ ഒന്നും വിശ്വസിക്കില്ല എന്ന് മനസ്സിലായി. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം ഇരിക്കുന്നത് എന്നൊക്കെ വിചാരിക്കുവാണ്. പിന്നീട് സച്ചി തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്ന് കഴിഞ്ഞപ്പോൾ മഹേഷിച്ചു, എന്താ സച്ചി കേൾക്കണമെന്ന് ചോദിക്കുക. എനിക്കറിയില്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം വേറൊരു കൂട്ടുകാരൻ മഹേഷിനോട് പറഞ്ഞു, അല്ലേലും നമ്മൾ എങ്ങാനും മദ്യപിച്ചെന്ന് അറിഞ്ഞ സച്ചേട്ടൻ ആ സമയത്ത് ചീത്ത പറയുന്നതല്ലേ, കാരണം ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ സച്ചേട്ടൻ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മദ്യപിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച് അതിനുശേഷം കൊണ്ട് വണ്ടി എടുക്കുന്നത്? എങ്ങാനും മദ്യപിച്ചിട്ടുണ്ടോ ഞാൻ പിന്നെ വണ്ടി ഓടിക്കാറില്ല. ഞാൻ വീട്ടിൽ പോയി കിടക്കാറുള്ളൂ, അല്ലാതെ വണ്ടി ഓടിക്കാറ് പോലും ഇല്ലെന്ന് പറയാം. മഹേഷ് പറഞ്ഞു, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇത് മനഃപൂർവ്വം ആരോ ട്രാപ്പിലാക്കാണ്ട് ചെയ്ത പണിയാന്ന് പറയാം. അതാ എനിക്ക് മനസ്സിലാകത്തെ. ആരാ ചെയ്തതെന്ന് പോലും മനസ്സിലാകുന്നില്ല. ആരോ മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്താ. ഇതിന്റെ പിന്നാലെ എന്റെ പിന്നാലെ ആരോ ഉണ്ട്. പക്ഷെ അതെന്താന്ന് മാത്രം എനിക്ക് അറിയത്തില്ല മഹേഷ് എന്ന് പറയാം. അതാ നമ്മൾ കണ്ടുപിടിക്കേണ്ടേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആരാ ഷൂട്ട് ചെയ്തെന്നും അറിയത്തില്ലല്ലോ. സച്ചി, നീ ഒരു തെറ്റും ചെയ്തിട്ട് നിനക്ക് ബോധ്യം ഉണ്ടോന്ന് ചോദിക്കാം. അതെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തെളിയിക്കാൻ നോക്ക്. അത് മാത്രം ഒരു മാർഗമുള്ളെന്ന് പറയാം. അല്ല, അതെങ്ങനെ തെളിയിക്കുമെന്നാ പറയണേ? എങ്ങനെയും നോക്ക്. അല്ലാതെ ഇപ്പം ഞാൻ നോക്കിയിട്ട് ആ കാറും ലൈസൻസും കിട്ടാൻ വേറൊരു മാർഗമില്ലെന്ന് പറയാം. സച്ചി പറഞ്ഞു, ഏത് സമയത്താണ് ഇങ്ങനെ ഒരു ഗതികേടുണ്ടായത്? അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, ആ ജോലിസം പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമല്ലേ, അയാൾ വന്ന് പറഞ്ഞല്ലേ ഇന്നത്തെ ദിവസം സൂക്ഷിക്കണമെന്ന് പറഞ്ഞല്ലേ. ശരിക്കും അത് കേട്ടിരുന്നെങ്കിൽ. സച്ചി പറഞ്ഞു, അതുകൊണ്ടൊന്നുമല്ല, വീട്ടിൽ പോയി ഇരുന്നാലും വരാനുള്ള വഴി തങ്ങൾ എന്ന് പറഞ്ഞാലേ നമുക്ക് എപ്പോഴാണ് കിട്ടാനുള്ളത് കിട്ടുമെന്ന് പറയാം. ഒരു തെറ്റും ചെയ്യാതല്ലേ ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ആ പട വിഷമിക്കുകയാണ്. ഈ സമയം രേവതി എന്ത് ചെയ്യണം, പൂ കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഒരു കടയിൽ കയറി പൂ എടുത്തിട്ട് അങ്ങ് ഇറങ്ങി സ്കൂട്ടിയുടെ അടുത്തേക്ക് എത്തുമ്പോഴത്തേനാണ് ആന്റണി അങ്ങോട്ടേക്ക് വരുന്നത്. ആന്റണി വന്നിട്ട്, ആഹാ, ഇതെന്താ ഇപ്പൊ സഞ്ചരിക്കുന്ന പൂക്കടയാണെന്ന് ചോദിച്ചുകൊണ്ട് രേവതിയെ കളിയാക്കുവാണ്. രേവതി ഒന്ന് നോക്കി, അല്ല ഭർത്താവിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ഓ, ഞാൻ വലിയ കുടികാരൻ പക്ക ഫ്രോഡാന്നൊക്കെ പറഞ്ഞിട്ട്, ഓ നിങ്ങളുടെ ഭർത്താവ് ഇപ്പൊ ഭയങ്കര ഡീസന്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കളിയാക്കുവാണ്. രേവതിക്ക് സങ്കടമായി. പിന്നീട് പറഞ്ഞു, നാണം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ആദ്യം പോയി നന്നാക്കാൻ നോക്ക്, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വാ. അല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും നോക്കാൻ ഇല്ലല്ലോ, മറ്റുള്ളവരെ നന്നാക്കാനല്ല നിങ്ങൾക്ക് ഭയങ്കര ഇത്. കാരണം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭർത്താവിനെ അല്ല അവരെയൊക്കെ നന്നാക്കി നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്ക്. അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നിങ്ങൾ എൻ്റെ മേക്കിട്ട് കയറിയിട്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആന്റണി രേവതി ചീത്ത പറയണം. രേവതിക്ക് നല്ല സങ്കടമായിപ്പോയി. രേവതിക്ക് മനസ്സിലായി ഇവന് തന്നോട് നല്ല കട്ടക്കലിപ്പുണ്ട്. ശരത്തും ഇവനും കൂടെ ഒരുമിച്ച് നടക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അത് ഇവനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഇവന് തന്നോട് നല്ല ദേഷ്യമാണെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ രേവതി അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. രേവതി പറഞ്ഞു, എന്റെ സച്ചിയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അതെനിക്ക് തെളിയിക്കാൻ അറിയാടാ എന്നൊക്കെ പറഞ്ഞ് ആന്റണിയെ വെല്ലുവിളിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.